അവിടെ നിന്നും പോലീസ് കൃത്യമായിട്ടുള്ള ഈ വഴികൾ കണ്ടുപിടിക്കുകയും ഏതാണ്ട് 10:30 തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിയുകയും ചെയ്തു. ഗോവിന്ദച്ചാമി എന്ന ഈ കുറ്റവാളിയെ പിടികൂടാൻ പോലീസിന് കഴിയുകയും ചെയ്തു എന്നുള്ളതാണ്. ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ്, അതായത് ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെടുന്നതിന് മുൻപിൽ ഒരു പ്രതി രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയം അത് നഷ്ടപ്പെടുന്നതിന് മുൻപേ തന്നെ ആ പ്രതിയെ കേരള പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രധാനപ്പെട്ട സമയം നഷ്ടപ്പെട്ടു പോയാൽ ഒരുപക്ഷെ പിടികൂടാൻ കഴിയാത്ത വിധമുള്ള സ്ഥലങ്ങളിലേക്ക് അയാൾ പോകുമായിരുന്നു. ഗോവിന്ദച്ചാമിയെ നേരത്തെ ഈ സൗമ്യ വധക്കേസ് അന്വേഷിച്ച അന്വേഷണ സംഘം ഉൾപ്പെടെ പറഞ്ഞതുപോലെ വലിയ ക്രിമിനൽ മെന്റാലിറ്റിയുള്ള ആളാണ്. അതോടൊപ്പം തന്നെ ശാരീരിക പരിമിതികൾ ഉണ്ടെങ്കിൽ കൂടിയും അതിനെയെല്ലാം മറികടക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ശാരീരിക ശേഷിയുള്ള ആളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ പ്രാവീണ്യമുള്ള ആളാണ് എന്ന് നേരത്തെ തന്നെ തെളിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം, ഈ ഒരു പരിമിതികൾ ഉണ്ടായിട്ടും കണ്ണൂർ ജയിൽ എന്ന് പറയുന്ന അതീവ സുരക്ഷയുള്ള 10-ാം നമ്പർ ബ്ലോക്കിൽ നിന്നും 3 മതിലുകൾ ചാടിക്കടന്ന് വലിയ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ട ഗോവിന്ദച്ചാമി. പക്ഷേ ഗോവിന്ദച്ചാമി ഈ എല്ലാ ആസൂത്രണവും ശരിയായിരുന്നു. പക്ഷേ കേരള പോലീസിന് മുന്നിൽ, കേരള പോലീസിൻ്റെ സാമർഥ്യത്തിന് മുന്നിൽ രക്ഷപ്പെടാൻ ഗോവിന്ദച്ചാമിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രക്ഷപ്പെടാനുള്ള സമയം ലഭിച്ചിട്ടില്ല. അതിനു മുൻപേ തന്നെ പോലീസ് എല്ലാ സ്ഥലത്തും വലവീശി വലയൊരുക്കി ഈ പ്രതിയെ ഗോവിന്ദച്ചാമിയെ പിടികൂടുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഈ നമ്മുടെ വലിയ കേരളത്തിൻ്റെ തന്നെ ആശങ്കയായിരുന്നു അത്. കേരളത്തിൻ്റെ കണ്ണീരായിരുന്നു സൗമ്യയുടെ അന്നത്തെ കൊലപാതകം. കേരളം മുഴുവൻ നടുങ്ങിയ ഒരു കൊലപാതകമായിരുന്നു. കേരളത്തിലെ സ്ത്രീകൾ എല്ലാം തന്നെ ഭയത്തോടുകൂടി മാത്രം എങ്ങനെ പുറത്തിറങ്ങി നടക്കും എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്ന ഒരു സംഭവമായിരുന്നു. ആ കൊടും ക്രിമിനലിനെ അന്ന് തന്നെ കേരള പോലീസ് പിടിച്ച് മികവ് തെളിയിക്കുകയും അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ജയിലിലടച്ച ഈ പ്രതി ജയിൽ ചാടി അവിടെ നിന്ന് രക്ഷപ്പെട്ട വീണ്ടും സൗമ്യയുടെ അമ്മ പറയുന്നത് കേട്ടു. കേരള പോലീസിന് ഉൾപ്പെടെ അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. തീർച്ചയായും സന്തോഷം. ആ കമ്മീഷണർ നമ്മളോട് പറഞ്ഞ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. പിടിയിലായതിനു ശേഷം സന്തോഷിലേക്ക് ഉടനെ തിരിച്ചെത്താം. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിക്കാം. അതിൻ്റെ പരിസര പ്രദേശത്ത് തന്നെ ആണ് നമുക്ക് പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യലിനോട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. അതായത് പോലീസിന്റെ തീർച്ചയായും സന്തോഷം നമ്മളോട് അല്പം മുമ്പ് പറഞ്ഞതാണ്, പിടിയിലായതിനു ശേഷം അത് സ്ഥിരീകരിച്ചതിന് ശേഷം ആ ദൃശ്യങ്ങൾ കണ്ടതുപോലെ അവിടേക്ക് പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഗോവിന്ദച്ചാമി എത്തിച്ചതിന് ശേഷം അവിടേക്ക് എത്തിയ കമ്മീഷണർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ്. അല്പസമയത്തിനകം അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കാം. മൽപ്പിടുത്തം നടന്നു എന്നതിൻ്റെ സൂചന, കാരണം നമ്മൾ ആ ഘട്ടത്തിൽ പിടിച്ചുകൊണ്ട് വരുന്ന ഘട്ടത്തിൽ അത് പിടികൂടിയ പോലീസ് സംഘത്തിൽപ്പെട്ട ഒരു പോലീസ് ഓഫീസറുടെ ചുണ്ട് മുറിഞ്ഞിരിക്കുന്നത് നമ്മൾ കാണാം. സന്തോഷ് അത് ബ്രീഫ് ചെയ്യുകയും ചെയ്തു. ചോര ഒലിക്കുന്നു, കാരണം മൽപ്പിടുത്തം നടന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കിണറിൽ നിന്ന് വലിച്ച് കരക്കെത്തിയതിനു ശേഷവും കുതറിയോടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഗോവിന്ദച്ചാമി നടത്തി. അവിടെയാണ് മൽപ്പിടുത്തം നടന്നിട്ടുണ്ടാവുക. അങ്ങനെയാണ് ആ പോലീസ് ഓഫീസറുടെ ചുണ്ട് മുറിയുന്നതിലേക്ക് പോയത്, അല്ലേ സന്തോഷം? തീർച്ചയായും അജിംഷാദ്, അത് തന്നെയാണ് ഞാൻ വന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ച. പോലീസ് ജീപ്പിൽ നിന്നും ഗോവിന്ദച്ചാമിയെ പുറത്തിറക്കിയപ്പോൾ ആ പോലീസുകാരെ ശ്രദ്ധിച്ചിരുന്നു. അതിലൊരു പോലീസുകാരൻ്റെ ചുണ്ട് മുറിഞ്ഞ് ചോരയൊഴുകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തീർച്ചയായും കുതറി മാറാൻ, രക്ഷപ്പെടാനുള്ള അവസാന ശ്രമവും ഗോവിന്ദച്ചാമി നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് പോലീസുകാർക്ക് ഈ മൽപ്പിടുത്തത്തിൽ ചെറിയ പരിക്കെല്ലാം ഏൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം നല്ല ശാരീരിക ശേഷിയുണ്ട് ഗോവിന്ദച്ചാമി, അത് പലതവണ ഈ ജയിൽ ചാട്ടത്തിലൂടെ ഉൾപ്പെടെ തെളിയിച്ചിട്ടുള്ളതാണ്. എങ്കിലും പോലീസിന് മുന്നിൽ, കേരള പോലീസിൻ്റെ സാമർത്ഥ്യത്തിന് മുന്നിലാണ് ഇപ്പോൾ ഈ പ്രതിക്ക്, അദ്ദേഹത്തിൻ്റെ ഈ പ്രതിക്ക് അയാളുടെ എല്ലാ പ്ലാനിങ്ങുകളും തെറ്റിപ്പോയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. രൂപമാറ്റമെല്ലാം വരുത്തിയിട്ടുണ്ട്, താടിയെല്ലാം വച്ചിട്ടുണ്ട് ഗോവിന്ദച്ചാമി. നേരത്തെ കേരളത്തിന് പരിചയമുള്ള ഗോവിന്ദച്ചാമിയുടെ മുഖമല്ല ഇപ്പോൾ ഉള്ളത്. നല്ല താടിയൊക്കെ വെച്ച് അല്പം കഷണ്ടിയൊക്കെ ആയി പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധമാണ് ഗോവിന്ദച്ചാമിയുള്ളത്. ഒരുപക്ഷെ ഇതുപോലും, ഈ രൂപത്തിൽ മാറ്റം വരുത്തിയത് പോലും ജയിൽ ചാടാനുള്ള പദ്ധതിയുടെ ഭാഗമായി, മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ ഇതേ രീതിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ ഗോവിന്ദച്ചാമിയെ ഒരുപക്ഷെ പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമുണ്ട്. അതുപോലും ഈ രക്ഷപ്പെടുന്നതിന് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കും എന്നുള്ളത് വേണം കരുതാൻ. ഏതായാലും വലിയ ഒരു ആശങ്കയിൽ നിന്ന് കേരളം ആശ്വാസത്തിൻ്റെ ഒരു മണിക്കൂറുകളിലേക്കാണ് നീങ്ങുന്നത്. കേരള പോലീസ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ചരിത്ര ദൗത്യം കൂടി നിറവേറ്റിയിരിക്കുകയാണ്. നിരവധി കേസുകൾ അന്വേഷിച്ച് തെളിയിച്ച് കണ്ടെത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന കേരള പോലീസിൻ്റെ അന്വേഷണ ചരിത്രത്തിലെ മറ്റൊരു പൊൻതൂവൽ കൂടിയായി മാറി. ഗോവിന്ദച്ചാമിയെ പിടികൂടി
മണിക്കൂറുകൾക്കകം പിടികൂടിയ ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത് എന്തായാലും അക്ഷീണം പരിശ്രമിച്ചാണ് പോലീസ് ഈ നേട്ടം കൈവരിച്ചത്. ഇപ്പോഴും പോലീസ് ട്രെയിനിങ് സെന്ററിൽ, കണ്ണൂരിലെ പോലീസ് ട്രെയിനിങ് സെന്ററിലാണ് ഗോവിന്ദച്ചാമി ഉള്ളത്. ഇവിടെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജും അതോടൊപ്പം തന്നെ ACPയും മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെയുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ഗോവിന്ദച്ചാമിയെ ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടി നേരത്തെ ഒരു തവണ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട പ്രതിയെ പിടികൂടിയതിനൊപ്പം തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് ഈ ജയിൽ ചാടിയത്, ആരുടെ സഹായമാണ് ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചിട്ടുള്ളത്, ജയിലിനകത്ത് നിന്നോ പുറത്തു നിന്നോ ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നത്. 4:15 അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിന്റെ സെൻട്രൽ ജയിലിന്റെ 10ാം നമ്പർ ബ്ലോക്കിൽ നിന്നും 3 മതിലുകൾ, 2 ചെറിയ മതിലുകളും ഒരു പ്രധാനപ്പെട്ട ചുറ്റുമതിലും ചാടിക്കടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിനെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള അന്വേഷണത്തിലൂടെ കേരള പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു. ആ പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ആശങ്കയുടെ മണിക്കൂറുകളാണ് അവസാനിച്ചത്. ഒരുപക്ഷെ ഈ പ്രധാനപ്പെട്ട സമയം നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ കേരളം വീണ്ടും ആശങ്കയുടെ മുൾമുനയിലാകുമായിരുന്നു. കാരണം കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൊടും ക്രിമിനലുകളിൽ ഒരാളാണ് ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത്.